ഇപ്പം എല്ലാവരും തന്നെ അണ്ടർ വാട്ടർ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ കുറേ പേര് പുറത്തുള്ളവർ ഫോറിനേഴ്സ് സ്വിമ്മിംഗ് പൂൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവർ നമ്മുടെ പാറമടക്കുളത്തിലൊക്കെ പോയി അണ്ടർ വാട്ടർ അൺബോക്സിങ് ചെയ്യുന്നുണ്ട് 60-യുടെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ പോയാലും കുഴപ്പമില്ല എന്നുള്ളവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ആദ്യം സൂചിപ്പിക്കാം. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയി. അപ്പം ഐഫോണുള്ള ഫ്രണ്ട്, അന്ന് എനിക്ക് ഐഫോണൊന്നുമില്ല, അപ്പോൾ ഐഫോണുള്ള ഫ്രണ്ട് എടുത്ത് വെള്ളത്തിലൊക്കെ വെച്ച് അണ്ടർ വാട്ടർ വീഡിയോ ഒക്കെ എടുത്തു. എന്നൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ഫോൺ ഡാമേജ് വന്നു. പിറ്റേ ദിവസം കൊണ്ട് വേറെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വാട്ടർ ഡാമേജാണ്, വാറണ്ടി തരാൻ സാധിക്കത്തില്ലെന്ന്. അപ്പം വാട്ടർ ഡാമേജിന് വാറണ്ടി തരാൻ സാധിക്കില്ല, വാട്ടർ പ്രൂഫ് അല്ലെന്ന് ചോദിച്ചപ്പോൾ അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ അത് വന്ന് അതിൻ്റെ ജസ്റ്റ് ക്ലിപ്പാണ്, ഇതൊന്ന് കണ്ടിട്ട് നോക്കൂ. വാട്ടർ ഡാമേജ്, വാട്ടർ പ്രൂഫ് എന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് പറയാം. നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഫോണുകളും വാട്ടർ പ്രൂഫ് അല്ല. വെള്ളത്തിൽ മുക്കിയാൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കൊരു പനി വന്ന ആളുടെ അടുത്ത് പോയാൽ നമുക്ക് പനി വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. വെള്ളത്തിൽ മുക്കിയാൽ വെള്ളം കയറാനും കയറാതിരിക്കാനും സാധ്യതയുണ്ട്. ക്യാമറ, ഈ ഗോപ്രോ ക്യാമറകളെ ഇപ്പോഴിറങ്ങുന്ന ഫോണുകളെല്ലാം തന്നെ അങ്ങനെയാണ്. വെച്ചാൽ ഇതിൻ്റെ അകത്ത് പുതിയ ഫോണൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കയറാൻ സാധ്യത തീരെ കുറവാണ്. വെച്ചാൽ ഈ നമ്മുടെ ഓഡിയോ ജാക്കുകൾ, മൈക്കിൻ്റെ ഓഡിയോ ജാക്കില്ല, മൈക്കിൻ്റെ പോർട്ട്, അപ്പം അവിടെ പിന്നെ ചാർജിങ് പോർട്ടുകൾ, സിം പോർട്ടുകൾ, ഇതിലെയൊക്കെ നമുക്ക് ഒരു പരിധിയുണ്ട് ഇതിന് കവർ ചെയ്യുന്നതിന്. എന്ന് വെച്ചാൽ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോൺ അതിൻ്റെ ഓഡിയോ ഒന്നും കയറത്തില്ല, നമുക്ക് ഇങ്ങോട്ട് ഓഡിയോ തരേണ്ടി അതൊന്നും വർക്കാകത്തില്ല. അപ്പം അവരതിന് വേണ്ടിയിട്ട് ഒരു കവചം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്ര സമയം വരെ അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചറിലൊന്നും വെള്ളത്തിൽ പോയാൽ ഇതിൻ്റെ അകത്തോട് തള്ളി കയറത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധ്യത. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് നാൾ ഒരു 1-2 മാസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോൺ തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കവറേജൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഈ മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തള്ളി കയറും വെള്ളം. അതൊന്ന്. പിന്നെ പുതിയ ഫോൺ മേടിച്ചാലും ടെമ്പറേച്ചർ ഇപ്പോൾ അണ്ടർ വാട്ടർ ഇപ്പം ഒത്തിരി താഴോട്ടൊക്കെ പോയാൽ ടെമ്പറേച്ചർ തള്ളി കയറിയിട്ട് വെള്ളം കയറും. അതിൻ്റെ ഡാമേജൊക്കെ വരുന്നത് അന്നേരം അല്ല, പിറ്റേ ദിവസം അല്ല, ഒരു 1-1.5 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ചെറിയ ബോർഡല്ലേ ഷോർട്ടായി അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് നമ്മൾ ഈ മറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും പുതിയ ഫോൺ മേടിച്ച് അണ്ടർ വാട്ടർ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകി എടുക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കരുത്. പലരും അത് ചെയ്യുന്ന ഒരു തെറ്റാണ്. എന്നുവെച്ചാൽ പിന്നെയും എൻ്റെ വേറൊരു ഫ്രണ്ടും ഇതുപോലെ തന്നെ വീഗാലാൻഡിൽ പോയപ്പം കുറേ ക്ലിപ്പുകളൊക്കെ പൂളിലൊക്കെ നിന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ പക്ഷേ ഡാമേജ് വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഇട ഇങ്ങനെ വരും എന്നുള്ളത്. പക്ഷെ പലരോടും പറഞ്ഞാൽ ഇതാരും അംഗീകരിക്കത്തില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയല്ല എന്നും പറഞ്ഞാൽ നമ്മളോട് തർക്കിക്കാൻ വരും. പക്ഷേ അങ്ങനെയുള്ളതൊന്നും വെച്ചാൽ എനിക്കിത് തെളിവ് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വെച്ചാൽ മസ്റ്റായിട്ടും ഈ സംഭവത്തിൻ്റെ അകത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തിന് ചിലപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞിട്ട് അന്നേരം തന്നെ വലിയ ഉപയോഗമൊന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോവും. പക്ഷേ നമ്മൾ അന്നേരം തൊട്ടേ ഉപയോഗിച്ചെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തു, അതെല്ലാം അന്ന് വൈകിട്ട് എഡിറ്റും കൂടെ ചെയ്തപ്പോൾ ഇത് മുഴുവൻ കിടന്ന് കണ്ടിന്യൂസ് അടിച്ച് വെള്ളം കയറിയതാണെന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തിന് മുക്കിക്കഴിഞ്ഞ് ചിലപ്പോൾ അത് ഉണങ്ങിപ്പോയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാം. പക്ഷേ ദയവ് ചെയ്ത് ആരും തന്നെ ഐഫോൺ പുതിയത് മേടിച്ചിട്ട് വെള്ളത്തിൽ മുക്കുകയോ കഴുകുകയോ ഒന്നും ചെയ്ത് ഒരു ഐഫോണോ അല്ലെങ്കിൽ ഒരു മൊബൈലോ ഗോപ്രോയോ ഒന്നും വെള്ളത്തിൽ മുക്കരുത്. അണ്ടർ വാട്ടർ വീഡിയോ എടുക്കാനോ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നിലവിലില്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമായിട്ട് അണ്ടർ വാട്ടർ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൊമാറ്റോ ഒക്കെ ഓടുന്നവരുടെ കയ്യിലൊക്കെ ഒരു ബാഗില്ലേ, ഫോൺ കേസ് പോലെ സൂക്ഷിക്കുക, അങ്ങനത്തെ വല്ലതൊക്കെ വെച്ചിട്ടോ വല്ലതൊക്കെ അല്ലെങ്കിൽ പ്രൂഫായിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് കൊണ്ടകത്തൊക്കെ ഇട്ടിട്ട് വേണം വെള്ളത്തിൽ മുക്കി വീഡിയോസൊക്കെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പങ്ങൾ വരത്തില്ല. ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് മുക്കുകയോ കഴുകിയെടുക്കുകയോ ഒന്നും ചെയ്യരുത്.